ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മീര സേബിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്നത്തെ ലൈവിന്റെ കുറച്ച് അപ്ഡേറ്റിലേക്ക് പോവുകയാണ്. കുറച്ച് മണിക്കൂറുകൾ മുമ്പ് വരെ ബിഗ് ബോസ് വീട്ടിനകത്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ നടന്നതെന്നുള്ളത് നമുക്ക് അറിയണ്ടേ. ഈ ബിഗ് ബോസ് മലയാളം സീസൺ 6 ജബ്രികൾ, അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എവിടെ നോക്കിക്കഴിഞ്ഞാലും ജബ്രികൾ എന്ന് പറഞ്ഞെടുത്ത് ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് സിബിൻ എന്ന ലെവലിലേക്കാണ് പോകുന്നത്. കാരണം രണ്ടും കൽപ്പിച്ചാണ് ബിഗ് ബോസ് വീട്ടിനകത്ത് സിബിൻ നിൽക്കുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം കേട്ടോ. ഇതൊക്കെ നമുക്ക് ഈ ലൈവിൽ ഇത്രയും നടക്കുന്ന സംഭവങ്ങൾ ഒരു മണിക്കൂർ എപ്പിസോഡിൽ എത്ര വരും എന്നുള്ളത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പ്ലസിൽ കുറച്ചിടുമായിരിക്കും. സോ ഇന്ന് മുഴുവൻ സിബിൻ അവിടെ പ്രതിഷേധമാണ് കാണിക്കുന്നത്. സിബിൻ നയം വ്യക്തമാക്കി, ഞാൻ ഈ ഷോയിൽ പങ്കെടുക്കുന്നില്ല, എനിക്ക് പുറത്തു പോകണം, നിങ്ങൾ എന്നെ തുറന്നു വിടൂ, ഞാൻ പുറത്തു പോകാൻ റെഡിയാണെന്നുള്ളത്. പിന്നെ പുള്ളി രാവിലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എങ്ങനെ പുറത്തു പോയാലും ഒരുത്തരും ഇന്റർവ്യൂവിന് വന്നു കഴിഞ്ഞാൽ നിൽക്കില്ല, നിന്നു കൊടുക്കില്ല, ആരും ഞാൻ കാണില്ല, മിണ്ടാതെ വീട്ടിൽ തന്നെ ഇരിക്കും, ഉണ്ണും ഉറങ്ങും, സുഖമായിട്ട് ഞാൻ എൻ്റെ മൈൻഡ് റിലാക്സ് ആകുന്നവരെ ഇരിക്കും, ഒരാളെയും ഞാൻ മുഖം കാണിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സിബിൻ അങ്ങനെ പറഞ്ഞെങ്കിലും സിബിൻ ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ അത് ബിഗ് ബോസിന് തന്നെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന രീതിയിലാണ്. കാരണം മീഡിയ മൊത്തം വളയും, സിബിനെ കുറിച്ച് ചോദിക്കും. അപ്പൊ സിബിൻ പറയും, എനിക്ക് ആ വീട്ടിൽ അങ്ങനെ പക്ഷഭേദമൊക്കെ ഉണ്ടായിരുന്നു, എന്നെ ഒരു തരത്തിലും എനിക്കൊരു യാതൊരുവിധ പരിഗണനയും ഇല്ല എന്നൊക്കെ സിബിന്റെ വാദമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വീട്ടിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇനി പുറത്തു പോയിട്ട് എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വേറെ രീതിയിലൊക്കെ പോകും. സോ ബിഗ് ബോസിന് ശരിക്കും പറഞ്ഞാൽ സിബിൻ ഒരു ടാസ്ക് ആയിട്ടാണ് മാറിയിരിക്കുന്നത്. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല, മധുരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല എന്നൊരവസ്ഥയാണ് നമ്മൾ ലൈവില് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ അപ്പൊ ഗാർഡൻ ഏരിയയിൽ പുള്ളി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഇരിക്കുന്നുണ്ട്, മൈക്കൊന്നും ധരിക്കുന്നില്ല. നേരത്തെ മൈക്കൊക്കെ ഇങ്ങനെ താഴെ വീണ് കിടന്നാലും ബിഗ് ബോസ് അത് ചോദിക്കുന്നുമില്ല. കാരണം പറഞ്ഞല്ലോ, പുള്ളിയുടെ നയം വ്യക്തമാക്കി, എനിക്കിവിടെ തുടരാൻ താല്പര്യമില്ല, നിങ്ങൾ തുറന്നു വിടൂ, ഞാൻ പോകാം, അല്ലെങ്കിൽ പിന്നെ പുറത്തു വന്ന് മറ്റുള്ളവരോട് പറയുന്നുണ്ട്, ഞാൻ ചാടിപ്പോകും, ഇത് വല്ല ഇത്രയും ഹൈറ്റ് ഉള്ളത് കൊണ്ട് നിവൃത്തിയില്ലാതെ ഇരിക്കുന്നതായിട്ടാണ് സിബിൻ പറയുന്നത്. സോ മയക്കിടുന്നില്ല. അപ്പോ ബിഗ് ബോസ് അതിനെങ്കിലും വിളിപ്പിക്കട്ടെ, അല്ലെങ്കിൽ ചീത്ത പറയട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രതികരിക്കട്ടെ എന്നുള്ളതാവും ഒരു പക്ഷേ സിബിന്റെ ആറ്റിറ്റ്യൂഡ്. അവിടെ ക്യാപ്റ്റനായ ശ്രീതുവാണ് വന്നിട്ട് പറയുന്നത്, സിബിൻ ചേട്ടാ മയക്ക് ധരിക്കും എന്ന് പറയുമ്പോൾ, എന്നെ നിങ്ങൾ നിർബന്ധിക്കരുത്, ഒരു കാരണത്താലും എന്ത് കാരണത്തിന് വേണ്ടി നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്, ഞാൻ ഈ വീട്ടിലെ കണ്ടസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല, ഞാൻ വേറൊരു വ്യക്തിയാണ്, അതുകൊണ്ട് നിങ്ങൾ ഒന്നിനും എന്നെ നിർബന്ധിക്കരുത്, എന്നെ ഒന്നിനും വിളിക്കരുത്, ഞാൻ തനിയാണ്, അതുകൊണ്ട് പ്ലീസ് പോകൂ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് ഒന്ന് അലറുന്നുണ്ട്. ശ്രീധുനാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതൊന്നും അറിയുന്നില്ല. അങ്ങനെ ബിഗ് ബോസ് കൺഫെക്ഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് സൈക്കോളജിസ്റ്റിന് കാണാൻ തയ്യാറാണോ, കുറച്ച് സംസാരിക്കുകയാണെങ്കിൽ ഏകദേശം ക്ലിയർ ആകും, എന്ത് പറ്റി സിബിൻ, എന്താണ് ഇങ്ങനെയൊക്കെ, ഇനിയും ശരിയായില്ലേ എന്നൊക്കെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. അതില് സിബിൻ പറയുന്ന കാര്യം ഇതാണ്, ബിഗ് ബോസ് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, 1% പോലും എൻ്റെ മൈൻഡ് ഇവിടെ നിൽക്കുന്നില്ല, എനിക്ക് എല്ലാം കൊണ്ട് ഭയങ്കര ടെൻഷൻ ആവുന്നു, എനിക്ക് ഏതിനും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഇവിടെ നിൽക്കാൻ എന്നെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഗ്ലാസ് ഇടിച്ച് തകർത്തിട്ട് പോയാലോ, അതായത് പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യാൻ പറ്റില്ല, അതൊക്കെ റൂളിന് എഗെയിൻസ്റ്റ് ആണ്, റൂൾ ബ്രേക്ക് ചെയ്യുന്നതാണ്. അപ്പൊ പറയുന്നത്, എനിക്ക് അങ്ങനെ എൻ്റെ മൈൻഡിൽ തോന്നുന്നു, എന്തെങ്കിലും ഡാമേജ് ചെയ്താലോ അത് ക്ലെയിം ചെയ്തിട്ട് പോകാൻ വരെ ഞാൻ തയ്യാറാണ് എന്ന ലെവലിൽ എൻ്റെ ചിന്ത വരുമ്പോൾ ഞാൻ എങ്ങനെ ഈ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, എങ്ങനെ അവരോടൊത്ത് നിൽക്കും? അപ്പൊ എൻ്റെ ഇത്തരം ചിന്തകളാണ് എൻ്റെ മനസ്സിലൂടെ പോകുന്നത്. പ്ലീസ് ബിഗ് ബോസ് എന്നെ മനസ്സിലാക്കൂ, എന്നെ ഒന്ന് പുറത്തു വിടൂ എന്ന് തന്നെയാണ് രണ്ടാമത് വിളിപ്പിച്ചപ്പോഴും സിബിൻ പറയുന്നത്. അതാ പറയുന്നത്, സിബിൻ വല്ലാത്തൊരു ടഫാണ് ബിഗ് ബോസിന് കൊടുക്കുന്നത്. അവസാനം സിബിൻ സമ്മതിച്ചു, സൈക്കോളജിസ്റ്റിനെ കാണാൻ കുഴപ്പമില്ല, എനിക്ക് സമ്മതമാണെന്ന് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അവരെ കൊണ്ടുവന്ന് സിബിനെ സംസാരിപ്പിക്കുമായിരിക്കും. സൈക്കോളജിസ്റ്റ് സിബിനെ കണ്ട് ഒന്ന് സംസാരിച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന്, ഒരു കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താ പറയാ, അതൊക്കെ അഴിച്ചു മാറ്റി സിബിനെ കൊണ്ടുവന്ന് ഈ ഗെയിമിൽ കൊണ്ടുവരാൻ അവർക്ക് പറ്റുമെങ്കിൽ അങ്ങനെ കൊണ്ടുവരട്ടെ. അതുപോലെ സിബിൻ പറയുന്നത്, ഞാൻ സൈക്കോളജിസ്റ്റിനെ കാണാം, പക്ഷെ 1% എനിക്ക് അവരെ കണ്ടതിന് ശേഷം എന്നെ കൊണ്ട് പറ്റുമെങ്കിലും തിരിച്ച് വരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഗെയിമിൽ പങ്കെടുക്കും. അതും സിബിൻ പറയുന്നുണ്ട്, പങ്കെടുക്കും, അല്ലാത്ത പക്ഷം എന്നെ വെറുതെ വിട്ടാൽ മതി, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇപ്പൊ എന്റെ മാനസികാവസ്ഥ അതാണ്, ഞാൻ ഇത്രയും തുറന്നു പറയുന്നു, ക്ലെയിം ചെയ്ത് പോകാനും ഞാൻ റെഡിയാണ് എന്ന ലെവലിലാണ് എന്റെ ചിന്തകൾ പോകുന്നത്, അത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. കൈകൂപ്പിക്കൊണ്ടൊക്കെ പറയുന്നുണ്ട്, പറ്റുന്നില്ല എന്നൊക്കെ. അത് കഴിഞ്ഞ് എന്താണ് കൺഫ്യൂഷൻ റൂമിൽ നിന്ന് വെളിയിൽ വരും, മൈക്കൊക്കെ ഊരി വന്ന്
നേരെ ലിവിങ് ഏരിയയിൽ എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട്. അവരടുത്ത് വന്നിട്ട് പറയുന്നത്, പ്ലീസ് ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, എന്നെ ആരും ഒന്നിനെ നിർബന്ധിക്കരുത്. അതായത് മൈക്ക് ഇടുന്നില്ല, അത് ഇത് റൂൾ ബ്രേക്ക് എന്നൊന്നും പറഞ്ഞ് എന്നെ ആരും ഒന്നും പറയരുത്, ഒന്നിനും എന്നെ വിളിക്കരുത്. പിന്നെ നിങ്ങളുടെ ഗെയിമിലോ വേറെ ഒന്നിലും ഞാനില്ല. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ വേറെ എന്തിനെങ്കിലും പറഞ്ഞ് നിങ്ങൾ എന്നെ ആരും വിളിക്കരുത്. നിങ്ങളുടെ പോയിന്റ് കട്ടാകുന്ന വിധത്തിലുള്ള ഒന്നിനും ഞാൻ നിൽക്കുന്നില്ല. ഞാനത് പറഞ്ഞിട്ട് ഞാനിപ്പോൾ വേറെയാണ്. നിങ്ങളുടെ ഗെയിമുമായിട്ടോ നിങ്ങളുടെ ടീമുമായിട്ടോ ഒന്നിനും ഞാനില്ല. അതിപ്പോൾ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്നിനും വന്ന് എന്നെ വിളിക്കരുത്. ഞാൻ കാരണം നിങ്ങളുടെ പോയിന്റ് കട്ടാവില്ല. പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഇത് മനസ്സിലാക്കണം. അതും പറഞ്ഞിട്ട് സിബിൻ പറയുന്ന ഒരു വാക്കുണ്ട്, യാതൊരു പരിഗണനയും കിട്ടാത്ത ഈ വീട്ടിൽ എനിക്ക് നിൽക്കാൻ താല്പര്യമില്ല. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സോ എന്നെ വെറുതെ വിടണം. പ്ലീസ് എന്നെ ആരും നിർബന്ധിക്കരുത്. അപ്പോൾ സിബിന്റെ വായിൽ നിന്ന് എല്ലാ കണ്ടസ്റ്റന്റുകളുടെയും ഇടയിൽ അത് പറയുന്നുണ്ട്, യാതൊരു പരിഗണനയും. സോ ഇതൊക്കെ ലൈവ് പോകുന്നതാണ്. അതാണ് പറയുന്നത്, ബിഗ് ബോസിന് കുറച്ചുകൂടി ടഫായി ഇത്. അതായത് ഈ വീട്ടിൽ പാർഷ്യാലിറ്റി കാണിച്ചു എന്നുള്ളത് എല്ലാവരുടെയും ചർച്ച നടക്കുന്ന ഒരു സംഭവമാണ്. ഇതിനേക്കാൾ ഒരുപാട് മോശം വാക്കുകൾ മോശം പ്രവൃത്തികളൊക്കെ ഉണ്ടായിട്ടും അതെല്ലാം ഒരു വാണിങ്ങിലൂടെ വിട്ടപ്പോൾ ഇത് അതായത് ക്വാളിറ്റി വരെ ചർച്ച ചെയ്യുന്ന, പുറത്ത് ഇങ്ങനെയൊക്കെയാണോ ക്വാളിറ്റി, സിബിന്റെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞതിലായിരിക്കും ഒരുപക്ഷെ ഇത്രയും ഇറിറ്റേറ്റ് ആയിട്ടുള്ളത്, ഇത്രയും മെന്റൽ ഷോക്ക് ആയിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സംഗതി എന്താന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്തോട്ടാണ് സിബിന്റെ ചിന്തകളെല്ലാം. ബിഗ് ബോസ് വരെ പല വിധത്തിലും പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ട്, അനുനയിപ്പിക്കുന്നുണ്ട്. ഇതുവരെ എന്താ പറയുക, ഒരു കണ്ടസ്റ്റന്റുകളിൽ നമ്മൾ നോക്കിയിട്ട് ഈ 6 സീസണാണ് പോകുന്നത് അല്ലേ, ഇതുവരെ ഏത് കണ്ടസ്റ്റന്റുകളോടും ഇത്രയും ഒരു ദിവസം 2-3 തവണ ഇങ്ങനെ വിളിച്ച് അപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ ബിഗ് ബോസിന് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ജാസ്മിന്റെ വിഷയത്തിൽ ജാസ്മിന് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, ആ മൈക്കിടാത്ത ആ പ്രശ്നത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ രശ്മിനെ അവരും കൂട്ടിയിട്ട് പോയിട്ട് അവിടെ പോയി കിടന്നുറങ്ങി. പക്ഷെ നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ റിലാക്സ് ആകുന്നവരെ അവിടെ കിടന്നുറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അവരവിടെ റിലാക്സ് ആയി കുറച്ച് ഉറങ്ങി എണീച്ച് വന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല. നമ്മൾ കാണുമ്പോൾ ബിഗ് ബോസ് സിബിനോട് സംസാരിക്കുമ്പോൾ അതിലൊരു പ്ലീസ് ഇല്ലേ എന്നുള്ളതുപോലെ ആ ഒരു പ്ലീസ് അവിടെ ഇൻവിസിബിൾ ആയ പോലെ എനിക്ക് തോന്നി. കാരണം അത്രയും കാമായിട്ടാണ് ബിഗ് ബോസ് സിബിനോട് സംസാരിക്കുന്നത്. സിബിനാണ് എല്ലാത്തിനും നോ നോ നോ, എന്നെ കൊണ്ട് പറ്റില്ല ബിഗ് ബോസ്, 2ാം തവണയും വിളിക്കുമ്പോൾ കൂടെ എന്നെ കൊണ്ട് പറ്റില്ല, നോ, എനിക്ക് ഗ്ലാസ് ഇടിച്ച് തകർത്ത് ഇവിടുന്ന് പോകണം എന്ന് വരെ എൻ്റെ മൈൻഡിൽ ഓടുന്നു. അപ്പൊ എൻ്റെ മെന്റൽ കണ്ടീഷൻ എത്രയുണ്ട് എന്നാണ് ബിഗ് ബോസിന്റെ അടുത്ത് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിലും വലിയൊരു പണി ബിഗ് ബോസിന് വരാനില്ല എന്ന പോലെയുണ്ട്. പക്ഷെ ഇതൊക്കെ ലൈവ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം ജനങ്ങൾ കാണുമ്പോൾ ജനങ്ങൾ വീണ്ടും ചർച്ച ചെയ്യുന്നത്, എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് ബിഗ് ബോസിനെ തന്നെയാണ്. പാർഷ്യാലിറ്റി കാണിച്ചു, എല്ലാവർക്കും ഒരുപോലെ നീതി കിട്ടണ്ടേ, എല്ലാവർക്കും നീതിന്യായം എന്നുള്ളത് വേണ്ടേ, പക്ഷഭേദം കാണിക്കുന്നു, പാർഷ്യാലിറ്റി കാണിക്കുന്നു. ഇത് തന്നെയാണ് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് പറഞ്ഞാൽ, ബിഗ് ബോസ് സീസൺ 6 കുറെ ജബ്രികളെ വെച്ച് ഒരു സ്ക്രിപ്റ്റ് ആയി അവരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഓടിയിട്ടുണ്ടായിരുന്നത്. വൈൽഡ് കാർഡ് വരുന്നവരെ അവരെ മാത്രം ഫോക്കസ് ചെയ്ത് അവരുടെ പ്രണയ നാടകങ്ങൾ വെച്ച് ഒരുപാട് വീഡിയോസൊക്കെ അങ്ങനെ രാത്രി ലൈവ് നേരം വെളുക്കുന്നവരുടെ അവർ ലൈവൊക്കെ കാണിച്ച് നെഗറ്റീവോ പോസിറ്റീവോ അങ്ങനെയൊക്കെ പോയെടുത്ത് ഇപ്പോൾ വെറും ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാ ചർച്ചയും സിബിനെ ചുറ്റിപ്പറ്റി ആകേണ്ട ഒരു ലെവലിലാണ് എത്തിയിട്ടുള്ളത്. അത് സിബിന്റെ കഴിവ്. പക്ഷെ സിബിൻ ഇനി അവിടെ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. എനിക്ക് രാവിലെ കണ്ടപ്പോഴൊക്കെ, രാവിലെ കൺഫെഷൻ റൂമിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഞാനിത് ചാടിപ്പോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ തെളിവായി ക്ലിയർ ആവുമ്പോൾ നമ്മൾ കുറേ ചിന്തിക്കുമ്പോൾ തന്നെത്താനൊരു സൊല്യൂഷൻ കിട്ടുമല്ലോ. അല്ലെങ്കിൽ കുറേ കരഞ്ഞൊക്കെ കഴിയുമ്പോൾ ഇനി നിവൃത്തിയില്ല, ഇത് ഇനി ഒരിക്കലല്ലേ ഈ ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ, അങ്ങനെയൊക്കെ ഒരു റീതിങ്ക് ഒക്കെ വന്നു കഴിയുമ്പോൾ ഒരു പക്ഷേ ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെയല്ല, സിബിൻ രണ്ടും കൽപ്പിച്ചിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് 2ാമത്തെ കൺവെൻഷൻ റൂമിൽ പോകുന്ന സമയത്താണ് നമുക്കത് മനസ്സിലാവുന്നത്. കാരണം മൈക്ക് ധരിക്കാൻ ഒരിക്കലും കൂട്ടാക്കുന്നില്ല. അത് പറഞ്ഞല്ലോ, റൂൾ ബ്രേക്ക് ഏതൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം സിബിൻ ചെയ്യാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. ഇത് ബിഗ് ബോസിന് വലിയൊരു ടഫായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ 1 മണിക്കൂർ എപ്പിസോഡിൽ എത്ര കാണിക്കും അല്ലെങ്കിൽ ഇതൊക്കെ കാണുമോ എന്നുള്ളത് നമുക്കത് പറയാൻ പറ്റില്ല. എന്തായാലും സിബിന്റെ ഈ ഒരു സ്ട്രാറ്റജി ഇതിനിപ്പോ ഗെയിമിലേക്ക് തിരിച്ചു വരുമോ എന്നും ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞാലുള്ള സിബിന്റെ മുന്നോട്ടുള്ള ഒരു കാര്യം നമുക്കിപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധമാണ് ടഫ് കൊണ്ടുപോകുന്നത് സിബിൻ. ഇനി സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് സംസാരിച്ച് സിബിൻ അവിടെ പറഞ്ഞ ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം എന്ന പോലെ നമ്മൾക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്ന എന്താണെന്ന് പറഞ്ഞാൽ 1%
ഞാൻ സൈക്കോളജിസ്റ്റുമായിട്ട് അവരെന്നെ സംസാരിച്ച് ഞാനും ഒന്ന് ക്ലിയറായി തെളിവായിട്ട് വന്നാൽ അതിലെനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുവാണെങ്കിൽ ബിഗ് ബോസ് തിരിച്ച് ഞാൻ ഗെയിമിലേക്ക് വരാൻ തയ്യാറാണ് എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ ഒന്ന് ഒരു ശതമാനമെങ്കിലും ഇതുപോലെ ക്ലിയർ ആയിട്ട് വന്നാൽ തിരിച്ചു വരുമായിരിക്കും. അപ്പോൾ ഗെയിം വീണ്ടും നന്നായിട്ട് ചെയ്യുമായിരിക്കും. പക്ഷെ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. വൈൽഡ് കാർഡ് വന്നപ്പോഴാണ് ശരിക്കും സീസൺ 6 എന്താ പറയാ നല്ലൊരു ഗുമ്മൊക്കെ വന്ന് വീടൊക്കെ ഒന്ന് ഇളകി ഗെയിമൊക്കെ ഒന്ന് ഉഷാറായി. പവർ ടീം ഇതുവരെ ഇല്ലാത്ത ഗെയിമുകളൊക്കെ കൊണ്ടുവന്ന് അവര് പവർ അധികാരമെല്ലാം കാണിച്ച് ജനങ്ങൾക്ക് ഇടയിൽ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയതായിരുന്നു. അതിന് സിബിന്റെ പങ്ക് വളരെ വലുതാണ്. അതാണ് ഒരൊറ്റ സാറ്റർഡേ എപ്പിസോഡ് ഡിഷും എന്നായിപ്പോയത്. സോ അതില് ബിഗ് ബോസ് പോലും ഇത്രയും വിചാരിച്ചു കാണില്ല, അല്ലെങ്കിൽ സിബിൻ ഈ തരത്തിൽ റിയാക്ട് ചെയ്യും എന്നുള്ളതും വിചാരിച്ചു കാണില്ല. പലരിടത്തുനിന്നും കയ്യിൽ നിന്ന് പോയതായിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു. അപ്പൊ സിബിൻ പറഞ്ഞ പോലെ ഈ വീട്ടിൽ യാതൊരു പരിഗണനയും ഇല്ലാത്തടത്ത് തനിക്ക് നിൽക്കാൻ താല്പര്യമില്ല, എന്നെ ഒന്നിലും വിളിക്കരുത് എന്ന് പറഞ്ഞ് സഹ മത്സരാർത്ഥികളോട് പറഞ്ഞ സിബിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് താഴെ കമന്റ് ചെയ്തോളൂ. അതേപോലെ ബിഗ് ബോസ് വീട്ടിൽ പാർഷ്യാലിറ്റി ഉണ്ടോ? ബിഗ് ബോസ് ചെയ്യുന്നത്, ലാലേട്ടൻ വന്ന് പറഞ്ഞത് ഇതെല്ലാം പാർഷ്യാലിറ്റി ആണോ? ആരുടെ ഭാഗത്ത് ന്യായം, അതുപോലെ സിബിന് നീതി കിട്ടുമോ? അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പോരട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.